ലങ്സിൽ ക്യാൻസർ ആയിരുന്നു. അത് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് 4th സ്റ്റേജ് ആയി. പിന്നെ ഒരു 6-7 മാസം ട്രീറ്റ്മെൻറ്റ് എടുത്തുള്ളൂ. അപ്പോൾ അത് കണ്ടുപിടിച്ച ഞങ്ങൾ കോയമ്പത്തൂർ ഇരിക്കുമ്പോഴായിരുന്നു. അത്രയും 3rd സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴും അവനത് ഉൾക്കൊള്ളാൻ പറ്റി. എനിക്ക് അമ്മയില്ല, അമ്മ മരിച്ചു എന്ന്. പക്ഷെ അവന് ഏറ്റവും സങ്കടം അവനെ ഇളയ കുട്ടിയെ കുറിച്ചായിരുന്നു. അവനെ ഇപ്പം 3rd സ്റ്റാൻഡേർഡ് വരെ സ്കൂളിൽ വിട്ടത് അവൻ്റെ അമ്മയാണ്. അപ്പം നമ്മുടെ ബിഗ് ബോസ് താരം അഭിഷേക് ശ്രീകുമാറിനെ കുറിച്ച് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ബിഗ് ബോസിൽ വൈൽഡ് കാർഡായി കയറി വന്നു ആദ്യ ദിവസം തന്നെ LGBTQ കമ്മ്യൂണിറ്റിക്കെതിരെ മോശം പരാമർശം നടത്തിയതിന് വാണിംഗ് ലഭിക്കുകയും അതേപോലെ തന്നെ ഈ വിഷയത്തിൽ മറ്റുള്ള ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൽ നിന്നും ഒരുമിച്ച് അറ്റാക്ക് നേരിടുകയും ചെയ്യേണ്ടി വന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ കയറി വന്ന ഉടനെ തന്നെ അഭിഷേകിന് പുറത്ത് വലിയ ഫാൻ ബേസ് ഉണ്ടായി എന്നുള്ളതാണ് അല്ലെ. എല്ലാവരും വലിയ പ്രതീക്ഷയിലായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ വാണിംഗ് കിട്ടിയത് കൊണ്ടാണോ എന്നറിയില്ല, പിന്നീട് ആ പ്രതീക്ഷക്കൊത്ത് അഭിഷേകിന് കളിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ ബിഗ് ബോസ് ഷോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ അടുത്ത മദേഴ്സ് ഡേന്റെ അന്ന് അമ്മക്കൊരു കത്ത് എന്നുള്ളൊരു ടാസ്ക് ബിഗ് ബോസിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ എല്ലാവരും കത്തുകളൊക്കെ എഴുതിയെങ്കിൽ കൂടിയും അതിൽ അഭിഷേക് എഴുതിയ കത്ത് വേറിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അഭിഷേക് അമ്മയ്ക്ക് എഴുതിയ കത്ത് വായിക്കുന്ന വീഡിയോ കാണാത്തവരെ ആരും ഉണ്ടാകില്ല. അത്രക്കും വൈറലായിട്ടുണ്ടായിരുന്നു ആ സംഭവം. ചെറുതായിട്ടെങ്കിലും കണ്ണ് നിറയാതെ ആർക്കും ആ വീഡിയോ കണ്ടു തീർക്കാനാവില്ല എന്നുള്ളതാണ്. ലാലേട്ടന്റെ കണ്ണ് വരെ അന്ന് നിറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ മറ്റൊരു ചാനലിൽ അന്നത്തെ ബിഗ് ബോസ് ഡേ റിവ്യൂ ചെയ്തിരുന്ന സമയത്ത് അന്നത്തെ അഭിഷേകിന്റെ ആ കത്തിനെ കുറിച്ച് സംസാരിച്ചതാണ്. അതുകൊണ്ട് തന്നെ അധികമൊന്നും ഇനി അതിനെക്കുറിച്ച് പറയുന്നില്ല. സംഭവം 3ാം വയസ്സിൽ അഭിഷേകിന് സ്വന്തം അമ്മയെ നഷ്ടപ്പെട്ടതാണ് അല്ലെ. ആ ഓർമ്മകൾ വെച്ചായിരുന്നു അന്ന് അഭിഷേക് കത്ത് ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും ആ കത്തിന്റെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം പ്രേക്ഷകർക്കെല്ലാം അഭിഷേകിന്റെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു എന്ന് അറിയാനുള്ള നല്ല താല്പര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ചെറുപ്പത്തിൽ അമ്മ നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള ജീവിതം എങ്ങനെയായിരുന്നു അറിയാൻ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ അഭിഷേക് അമ്മയ്ക്ക് എഴുതിയ കത്തിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് അറിയാനൊക്കെ താല്പര്യമുണ്ട് അല്ലെ. എന്തായാലും എല്ലാത്തിനുമുള്ള ഉത്തരമായി ഇപ്പൊ അഭിഷേകിന് അച്ഛൻ രംഗത്ത് വന്നിരിക്കുകയാണ്. പുള്ളിക്കാരൻ കഴിഞ്ഞ ആഴ്ച ഫാമിലി വീക്കിന്റെ ഭാഗമായിട്ട് ബിഗ് ബോസിൽ പോയിട്ടുണ്ടായിരുന്നു അഭിഷേകിനെ കാണാൻ അല്ലെ. അപ്പോഴാണ് അഭിഷേകിന് അച്ഛനെ നമ്മളെല്ലാവരും കാണുന്നത്. എന്തായാലും മൈവിൽ കേരളം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് അഭിഷേകിനെ കുറിച്ച് ഈ അച്ഛൻ തുറന്ന് സംസാരിക്കുന്നത്. അഭിഷേക് ഒരിക്കലും പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ഇന്റർവ്യൂവിലെ പ്രസക്ത ഭാഗങ്ങളൊന്ന് കണ്ടോക്കാം. നമ്മള് അമ്മയ്ക്ക് അസുഖാന്ന് പറഞ്ഞല്ലോ അങ്കിള്, എന്താണ് ശരിക്കും ആന്റിക്ക് പറ്റിയിരുന്നത്? അത് ലങ്സിൽ ക്യാൻസർ ആയിരുന്നു. ഒരുപാട് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് 4th സ്റ്റേജ് ആയി. പിന്നെ ഒരു 6-7 മാസം ട്രീറ്റ്മെൻറ്റ് എടുത്തുള്ളൂ. അപ്പോൾ അത് കണ്ടുപിടിച്ച ഞങ്ങൾ കോയമ്പത്തൂർ ഇരിക്കുമ്പോഴായിരുന്നു. അപ്പോൾ അവൻ അവിടെ സ്കൂൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ഞങ്ങളുടെ റിലേഷനുണ്ട്, വൈഫിൻ്റെ തന്നെ അമ്മാവനും അമ്മ അവിടെ ഉണ്ട്, അവരുടെ വീട്ടിലും. പിന്നെ ഞങ്ങളുടെ അടുത്ത് അവൻ്റെ ഫ്രണ്ട് അവൻ്റെ കൂടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ വീടുണ്ട്, അവിടെയും 2 വീട്ടിലും മാറി മാറി നിന്നാണ് ആ വർഷം അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇവിടെ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഞാൻ അവിടെ ചെല്ലുമ്പോഴേ എൻ്റെ കൂടെ 2 ദിവസം ഞങ്ങളുടെ സ്വന്തം വീടായിരുന്നു, വീട്ടിൽ നിൽക്കും. അങ്ങനെ അഡ്ജസ്റ്റ് ആ വർഷം അവിടെ കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അമ്മ ഒക്ടോബർ മാസം, ഒക്ടോബർ തോന്നുന്നു, ആ മാസം ഒക്ടോബറിലാണ് മരിക്കുന്നത്. കാരണം അത് ഒക്ടോബർ ഓർക്കാൻ കാരണം സെപ്റ്റംബറിലാണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വരുന്നത്. ആ സെപ്റ്റംബറിലാണ് അഭിഷേകിൻ്റെ ബർത്ത്ഡേയും വരുന്നത്. അതിന് 1 മാസം മുന്നെയാണ് മരിക്കുന്നത്. ഓക്കെ, വളരെ വൈകിയാണ് അഭിഷേകിന്റെ അമ്മയ്ക്ക് ലങ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നത് അല്ലെ. ട്രീറ്റ്മെന്റ് തുടങ്ങുമ്പോഴേക്കും ക്യാൻസർ 4th സ്റ്റേജിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ വെറും മാസങ്ങൾ മാത്രമേ അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അമ്മയുടെ ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയത്ത് അഭിഷേക് കോയമ്പത്തൂരിൽ ഒരു സ്കൂളിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അച്ഛൻ ആ സമയത്ത് അമ്മയെ കൊണ്ട് ട്രീറ്റ്മെന്റിനായി കേരളത്തിലേക്ക് പോകുന്നു. ആ സമയത്ത് അഭിഷേകിന് ക്ലാസ് ഉണ്ടായതുകൊണ്ട് അവനെ കൂടെ കൊണ്ടുപോയില്ല. അങ്ങനെ കുറച്ച് മാസങ്ങളായി കോയമ്പത്തൂരിലെ ബന്ധു വീട്ടിലും പിന്നെ ഇടയ്ക്കിടെ സുഹൃത്തുക്കളുടെ വീട്ടിലും ഒക്കെ ആയിട്ടായിരുന്നു അഭിഷേക് മാറി മാറി താമസിച്ചുകൊണ്ടിരുന്നത്. വല്ലാത്തൊരു അവസ്ഥനാണത് അല്ലെ. അമ്മയുടെ അവസാന കാലങ്ങളിൽ മുഴുവൻ സമയവും അമ്മയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പോലും അഭിഷേകിന് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. കണ്ണില്ലാതാകുമ്പോൾ കണ്ണിന്റെ വില അറിയുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. അഭിഷേകിന്റെ ജീവിതം പറയുന്ന സമയത്ത് അമ്മയുടെ വേർപാട് എത്രത്തോളം ആളുകൾക്ക് കണക്ട് ആവുമെന്ന് അറിയില്ല. കാരണം ചില കാര്യങ്ങൾ നമ്മൾ സ്വയം അനുഭവിക്കുമ്പോൾ അതിന് തീവ്രത മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് തോന്നിയിട്ടുണ്ട്. അഭിഷേകിനെ പോലെ ചെറുപ്പത്തിലെ അമ്മമാരെ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്കൊക്കെ അഭിഷേകിന്റെ അനുഭവങ്ങൾ പെട്ടെന്ന് കണക്ട് ആകും. നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവരാണ്. കാരണം ചെറുപ്പം തൊട്ട് അമ്മയുടെ ചൂട് പറ്റി വളർന്നവരാണ് നമ്മളൊക്കെ. അതിനുള്ള ഭാഗ്യം കിട്ടിയവരാണ് നമ്മളൊക്കെ. എന്തായാലും ബാക്കിയും കൂടി കേട്ടോക്കാം. 3rd സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് അമ്മ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനുശേഷമുള്ള ഒരു അഭിഷേക് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? വ്യത്യാസമാണ്. അവനത് അത്രയും 3rd സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴും അവനത് ഉൾക്കൊള്ളാൻ പറ്റി. എനിക്ക് അമ്മയില്ല, അമ്മ മരിച്ചു എന്ന്. പക്ഷെ അവന് ഏറ്റവും സങ്കടം അവനെ ഇളയ കുട്ടിയെ കുറിച്ചായിരുന്നു. അവനെ ഇപ്പം 3rd സ്റ്റാൻഡേർഡ് വരെ സ്കൂളിൽ വിട്ടത് അവൻ്റെ അമ്മയാണ്. അപ്പം അതുണ്ട്. അപ്പം ഇളയ കുട്ടി എങ്ങനെ, അവൾക്കൊരു ആഗ്രഹമില്ലേ? പക്ഷെ ആരോടും ഒരു പരാതിയോ പരിഭവങ്ങളോ ഒന്നും ഇല്ലാതെ ശരിക്കും ഉള്ളിൽ ഇത്രയും വിഷമങ്ങളുള്ള ഒരു അഭിഷേക് ഉണ്ടായിരുന്നു ഒരിക്കലും പറയില്ല. അപ്പൊ ഒരു ലെറ്റർ
ലെറ്റർ എസ് ഓർ നോയില് ഒതുക്കാം എന്ന് പറഞ്ഞ ലെറ്റർ ആണ് ഇത്രയും വിശദീകരിച്ച് പറഞ്ഞപ്പോൾ ലാലേട്ടന് പോലും അത്രയും വിഷമം ഉണ്ടാക്കിയ ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു ലെറ്ററിൽ ഇത്രയും എഴുതിപ്പുള്ള അങ്കിളിന്റെ ഒരു മാനസികാവസ്ഥ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ അറിഞ്ഞിരുന്നില്ല ഇവന് ഉള്ളിൽ ഇത്രയും വിഷമങ്ങളും ദുഃഖങ്ങളും ഇത്രയും ഓർമ്മകൾ വെച്ചിട്ടുണ്ടെന്ന് എനിക്കല്ല. ഞാനും ആ ലെറ്റർ വായിക്കുമ്പോഴാണ് മനസ്സിലാക്കിയത് ഇവൻ ഇത്രയേ ഉള്ളൂ. കാരണം എവിടെയെങ്കിലും എക്സാമിനൊക്കെ പോകുമ്പോഴേ ഞാനാ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കേടാ നീ അമ്മയുടെ ഫോട്ടോ നോക്കി തൊഴുതെന്ന് നോക്കുമ്പോൾ ഒന്നും മിണ്ടില്ല. അപ്പോൾ ഞാൻ അവരൊക്കെ മറന്നു കാണും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അത് പുറത്തവൻ പ്രകടിപ്പിക്കാറുമില്ല. ഉള്ളിലുണ്ടായിരുന്നുള്ള ആ ലെറ്റർ വായിച്ചപ്പോഴാണ് ഇത്രയും സങ്കടവും ദുഃഖങ്ങളും ഈ ഒരു നഷ്ടബോധം അവൻ്റെ ഉള്ളിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതെ, അമ്മ മരിക്കുന്ന സമയത്ത് അഭിഷേക് ചെറിയൊരു കുട്ടിയല്ലേ, മരണത്തെക്കുറിച്ചും വേർപാടിനെയും കുറിച്ചും ഒക്കെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ടാവുകയുള്ളൂ എന്നൊക്കെയാണ് പലരും ആദ്യം കരുതിയിരുന്നത്. എന്നാൽ അവൻ അവന്റെ അമ്മയുടെ വേർപാട് പെട്ടെന്ന് തന്നെ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ആ ചെറു പ്രായത്തിലെ അവന്റെ ഏറ്റവും വലിയ കൺസേൺ തന്റെ കുഞ്ഞു അനുജത്തിയെ കുറിച്ചായിരുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. കാരണം അഭിഷേകിനെ സംബന്ധിച്ചിടത്തോളം 8 വയസ്സ് വരെ തന്റെ അമ്മയുടെ സ്നേഹവും വാത്സല്യവും അഭിഷേകിന് കിട്ടിയിട്ടുണ്ട്. 3ാം ക്ലാസ് വരെ തന്നെ സ്കൂളിൽ പറഞ്ഞു വിട്ടതും തന്റെ കാര്യങ്ങൾ നോക്കിയതും ഒക്കെ അമ്മയാണ്. എന്നാൽ അനിയത്തിക്ക് അത്ര പോലും അമ്മയുടെ സാമീപ്യം കിട്ടിയില്ലല്ലോ എന്നുള്ളതായിരുന്നു അവന്റെ വിഷമം. അങ്ങനെ അനിയത്തിയെ കുറിച്ചുള്ള കൺസേൺ കൊണ്ടായിരിക്കണം അഭിഷേക് തന്റെ ദുഃഖങ്ങളെല്ലാം മനസ്സിൽ ഒതുങ്ങി ജീവിക്കാൻ പഠിച്ചത്. തന്റെ വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കിയാണെങ്കിലും തന്റെ കുഞ്ഞു പെങ്ങളെ സന്തോഷിപ്പിച്ച് മുന്നോട്ട് പോകണമെന്നായിരിക്കണം അവൻ ചിന്തിച്ചത്. ഇത്രയും കാലം വളർത്തിയ അച്ഛനോട് പോലും മനസ്സിലെ വിഷമങ്ങൾ അവൻ പങ്കുവച്ചില്ല എന്നുള്ളതാണ്. ആരുടെയും സെന്റിമെന്റ്സ് അവൻ ആഗ്രഹിച്ചിരുന്നില്ല. സിമ്പതി കൊണ്ട് ആരും തന്നെ സ്നേഹിക്കുന്നത് അവൻ ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ടാണ് അഭിഷേകിന്റെ കത്ത് കണ്ടപ്പോൾ അച്ഛന് പോലും അത്ഭുതപ്പെട്ടു പോയത്. ഇത്രയെല്ലാം മനസ്സിൽ ഒതുക്കി വെച്ചാണ് അവൻ ജീവിച്ചിരുന്നത് എന്ന് അപ്പോഴാണ് അച്ഛൻ പോലും അറിയുന്നത്. ഇനി കത്തിൽ അഭിഷേക് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ് എന്നതിനെ കുറിച്ചും കൂടി അച്ഛൻ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അതും കൂടി കണ്ട് അവസാനിപ്പിക്കാം. അതിൽ ഒരു കള്ളത്തരമില്ല, അവനുള്ള കാര്യം മാത്രമേ പറഞ്ഞു. അങ്ങനെ ഒരു അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവന് സിമ്പതിയോ അല്ലെങ്കിൽ അവരുടെ അനുകമ്പ അങ്ങനെ കിട്ടത്തക്കവണ്ണുള്ള ഒരു കാര്യം ആരോടും പറയാറുമില്ല. എൻ്റെ അമ്മ മരിച്ചിട്ട് ഇപ്പം പേരോട് 18 വർഷത്തോളം ആവുന്നു. ഓരോ വർഷമാകുമ്പോഴും ഞാൻ പറയാം, ഇപ്പം എല്ലാവരും ഫേസ്ബുക്കിലും ഈ മൊബൈൽ വാട്സപ്പിലും ഇടുമല്ലോ, നഷ്ടപോയി ഇങ്ങനെ അതരാജ് ഇത് അങ്ങനെയൊക്കെ അമ്മയെക്കുറിച്ചൊന്ന് ഇടാന്ന് പറഞ്ഞാൽ വേണ്ട, ആരെ അറിയിക്കേണ്ട, അതിൻ്റെ ആവശ്യമില്ല. മരിച്ചത് നഷ്ടവും നമുക്ക് തന്നെയുള്ളൂ, അത് നമ്മുടെ ഉള്ളിലിരിക്കട്ടെ, നമ്മുടെ നാട്ടുകാരെ അറിയിക്കേണ്ട എന്നാവും പറയാറുള്ളതും. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു മീഡിയയിലും അത് ഇട്ടിട്ടുമില്ല. അപ്പം അത്രയും ഉള്ളിൽ കൊണ്ട് നടക്കുകയായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായി. ഇല്ല, അമ്മയെക്കുറിച്ചുള്ള ഓർമ്മ ആരുമായിട്ടും ഇല്ല. അവൻ അത് ഉള്ളിൽ ഒതുക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആരോടും പറയില്ല. കൂട്ടുകാർക്ക് തന്നെ അറിയില്ല. അങ്ങനെ അവൻ്റെ വീട്ടുകാരെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് വരത്തുമില്ല. വന്നു കഴിഞ്ഞാൽ വീട്ടിൽ അവൻ്റെ അമ്മയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് അത് കാണും. അന്നേരം അവർക്ക് അറിയുമല്ലോ. അതുമാത്രമല്ല, ഇവൻ നിൽക്കുന്ന അവൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അമ്മയുടെ, അത് അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും കൂടെ ഈ മരിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് തൊട്ട് താമസിക്കുന്നത്. ആ സമയത്തും വീട്ടിലാരെയും വിളിച്ചിട്ട് വരാറില്ല. അവൻ അധികം ആരുടെ വീട്ടിൽ പോകാറില്ല. ഞാൻ അതും പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ആരുടെ വീട്ടിൽ വിളിച്ചിട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ആരുടെ വീട്ടിൽ അധികം ആവശ്യമില്ലാതെ പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പെല്ലാം അവൻ പഠിക്കുന്ന സ്കൂളിലായാലും കോളേജിലായാലും അവിടെ കൊണ്ടും പിന്നെ എല്ലാം കൂട്ടം കൂടി പോയിട്ട് ആഹാരങ്ങൾ കഴിക്കുക, അതുകൊണ്ട് അല്ലാതെ വേറെ ദുശീലങ്ങളോ അങ്ങനെയുള്ളൊന്നും ഇല്ല. അതുകൊണ്ട് ധൈര്യമാണ്, എവിടെ പോയാലും പ്രശ്നമില്ല. അത് അതിൽ എടുത്തു പറയുന്നുണ്ട്, അമ്മയുടെ മകന് എന്താണ് ഒരു ദുശീലവും ഇല്ല എന്ന് അഭിമാനത്തോടെ പറയാമെന്നുള്ള കാര്യം. അവൻ്റെ അമ്മയുടെ ആ പേര് കളഞ്ഞില്ല. ഇപ്പം ചിലർ പറയുമല്ലോ അമ്മ മരിച്ചു അതുകൊണ്ട് അവൻ വഴിതെറ്റിപ്പോയി, അതാണ് അവൻ അത് പറയുന്നത്, വഴിതെറ്റിപ്പോയത്. പക്ഷെ അതവൻ കളഞ്ഞില്ല. ആ അമ്മയ്ക്ക് പേരുദോഷം വരുത്തുന്നത് അവൻ വിചാരിച്ചു. അതിനനുസരിച്ചാണ് അവൻ ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പേരൻസ് മീറ്റിങ്ങിന് അവൻ പറയുമ്പോൾ ഞാൻ പോകാറുമില്ല. അവൻ പക്ഷേ വരേണ്ട കാര്യമില്ല എന്ന് പറയും. പിന്നെ സ്കൂൾ ലെവലിൽ പഠിക്കുമ്പോഴും പ്രോഗ്രസ് കാർഡ് വീട്ടിൽ കൊണ്ടുവരും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആളുകളുടെ സിമ്പതിയെയും അതിനെ തുടർന്ന് കിട്ടുന്ന സ്നേഹത്തെയും ഒക്കെ അഭിഷേക് നല്ലോണം ഭയന്നിരുന്നു എന്നുള്ളതാണ്. ബിഗ് ബോസിൽ കത്ത് വായിക്കുമ്പോൾ പോലും അവന്റെ ഏറ്റവും വലിയ ഭയം അതായിരുന്നു. അല്ലെങ്കിലും ഈ സിമ്പതിയിൽ നിന്നുണ്ടാകുന്ന സ്നേഹത്തിന് അധിക കാലം ഒന്നും ആയുസുണ്ടാവില്ല എന്നുള്ളതാണ്. എന്തായാലും അഭിഷേക് കത്തിൽ എഴുതിയതെല്ലാം സത്യമായിരുന്നു എന്നുള്ളതാണ് അച്ഛൻ പറയുന്നത്, അല്ലെ? പലതും തിരിച്ചറിയാൻ താൻ വൈകിപ്പോയി എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം സംസാരിച്ചത്, അല്ലെ? അഭിഷേക് തന്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ താൻ അമ്മയെ കുറിച്ച് ഓർത്തിരുന്നു എന്നുള്ളതാണ്. അമ്മയ്ക്ക് ചീത്തപ്പേരുണ്ടാകുമെന്ന ഒറ്റ കാരണം കൊണ്ടാണ് അവൻ ഇന്നേ വരെ ലഹരി പോലും ഉപയോഗിക്കാതിരുന്നത്. അമ്മ തന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ താൻ എങ്ങനെയായിരിക്കും അമ്മ വളർത്തി വലുതാക്കുക? അതേപോലെ വളർന്നു വരാൻ അവൻ മനഃപൂർവ്വം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അമ്മയുടെ ശരീരം മാത്രമേ അബിയുടെ കൂടെ ഇല്ലാതിരുന്നുള്ളൂ. ഇതൊക്കെ കാണുമ്പോൾ എത്രമാത്രം ആ സ്വർഗത്തിലിരുന്ന് അമ്മ സന്തോഷിക്കുന്നുണ്ടാകും, അല്ലെ? അഭിഷേകിന്റെ ജീവിതം നമുക്ക് എല്ലാവർക്കും ഒരുപാട് നല്ല സന്ദേശങ്ങൾ നൽകുന്നു, അല്ലെ? ഇതൊക്കെ തന്നെയാണ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത്. പലപ്പോഴും ലക്ഷ്യങ്ങളിൽ നിന്നും ബിഗ് ബോസ് മാറി പോകാറുണ്ടെങ്കിൽ കൂടി ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് ബിഗ് ബോസിനെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. ആ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായത് കൊണ്ടാണല്ലോ അഭിഷേകിനെ പോലുള്ള ഒരുപാട് ആളുകളുടെ ജീവിതങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കാനും നമുക്ക് കഴിയുന്നുണ്ട്. താൻ വളരെ യങ്ങായിരിക്കെ തന്നെ തന്റെ ഭാര്യ മരിച്ചിട്ടും ഇത്തിരി പോകുന്ന തന്റെ മക്കൾക്ക് വേണ്ടി ഇത്രയും കാലം ഒറ്റയ്ക്ക് ജീവിച്ച അഭിഷേകിന് അച്ഛനെ കുറിച്ച് 2 വാക്ക് പറയാതെ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പറ്റില്ല. അച്ഛന് അതേ സ്വഭാവം തന്നെയാണ് അഭിഷേകിനും കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം ഇന്റർവ്യൂവിലെവിടെയും ഭാര്യ നഷ്ടപ്പെട്ട ദുഃഖത്തിനെ കുറിച്ചോ മക്കളെ വളർത്താനുള്ള കഷ്ടപ്പാടിനെ കുറിച്ചോ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല, അല്ലെ? ഒട്ടും സെന്റിമെന്റൽ ആകാതെ ആരുടെയും സിമ്പതി പിടിച്ചു പറ്റാൻ ശ്രമിക്കാതെ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.